ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന പ്രദേശം ഒരു കായലാണ്. അതായത് എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട്. അപ്പം അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് ശ്രീ ഗോസ്തലക്കാവ് ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മൾ അവിടെ കായലിൽ നിന്ന് വള്ളത്തിൽ വെച്ച് കെട്ടി കുതിരയെ കൊണ്ടുവരും, എടുപ്പ് കുതിരയെ കൊണ്ടുവരും. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കായലിൻ്റെ അരുവത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ വള്ളത്തിൽ കുതിരയെ രണ്ട് വള്ളത്തിലായിട്ട് ഈ കുതിരയെ ജങ്കാർ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് വെച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ കരയിലുള്ളവർ എന്താണ് ഈ കുതിരയെ സ്വീകരിക്കുകയും പടക്കം പൊട്ടിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ കുതിരയെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു പ്ലേസാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ കൂട്ടുകാരെ, സാമ്പ്രാണിക്കോടി തുരുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ സാമ്പ്രാണിക്കോടി തുരുത്തെന്ന് പറയുന്നത്. ഞാനുണ്ടായിരുന്നു, അണ്ണനുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട്, അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്ന് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വരുന്നത്. കാര്യം ആദ്യം ഇങ്ങോട്ട് വരുന്ന ഉടനെ ആ ഇറക്കുന്നതും ആ ആർപ്പോ വിളിയൊക്കെ കേൾക്കുന്ന ഒരു ഹരം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ ഈ കുതിര കൊണ്ടുവരുമ്പം, ഈ എടുപ്പുകുതിര കൊണ്ടുവരുമ്പോഴേ അത് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. കായൽ മൊത്തം ഇത് ചുറ്റി അടിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ദൂരെ നിന്ന് വരുമ്പം വിചാരിക്കുന്നത് ഇപ്പോൾ എത്തുമെന്ന്. പക്ഷേ ഇതിങ്ങനല്ല. ഇതാ റൗണ്ട് അടിച്ച് ആ കായൽ മൊത്തം ചുറ്റി അടിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പതുക്കെ ഇത് കൊണ്ടുവരത്തുള്ളൂ. നമ്മളിപ്പോൾ എത്തുമെന്നും പറഞ്ഞ് ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. പക്ഷേ എത്തത്തില്ല. കായൽ ഫുള്ള് ചുറ്റി അടിച്ച് ഓരോ കരയിലും ചെന്ന് സ്വീകരണം എല്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കരയിലോട്ട് ഇതെത്തത്തുള്ളൂ. അപ്പോൾ ഇത് എടുക്കുന്നതിന് കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് താങ്ങിയൊക്കെ പിടിച്ചിട്ടാണ് ഇത്, ഭയങ്കര പാടുപെട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം നമ്മുടെ കരയിൽ എടുപ്പ് കുതിരയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടയും മേളവും വാദ്യാഘോഷവും പിന്നെ അതുപോലെ തന്നെ ആനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് ആനയൊക്കെ ആയിട്ടാണ് നമ്മുടെ എടുപ്പ് കുതിരയെ സ്വീകരിക്കാനായിട്ട് വന്നത്. അപ്പോൾ എടുപ്പ് കുതിരയെ വള്ളത്തിൽ നിന്ന് ഇറക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ കുതിരയൊക്കെ എടുത്ത് വയലിൽ കൂടെ വേണമായിരുന്നു കൊണ്ടുവരാൻ. അപ്പോൾ വയലിൽ കൂടെ ഒക്കെ കുതിരയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 4 കുതിരയുണ്ടായിരുന്നു കേട്ടോ. 4 എടുപ്പ് കുതിര നമ്മുടെ അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഉത്സവം. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ട്, ഡാൻസ്, പാട്ട് അതെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. ഈ കാണുന്ന 2 ആനയുണ്ടായിരുന്നു, 2 ആനയുള്ളായിരുന്നു കേട്ടോ. 4 എടുപ്പ് കുതിരയുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എടുപ്പ് കുതിരയാണ്. 4 എടുപ്പ് കുതിരയുണ്ടായിരുന്നു. പിന്നെ ഫ്ലോട്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു.
എൻ്റെ ഉത്സവ കാഴ്ചകളുമായുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനും അണ്ണനും മക്കളും അപ്പം ഞങ്ങളുടെ ഒരു കസിനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.